ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു റിവ്യൂ ആയിട്ട് വന്നതൊന്നുമല്ല, നമ്മൾ മുന്നേ ഒരു ഗിവ് അവേ പ്രഖ്യാപിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു 500 ഫോളോവേഴ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു കാലികേറാ മലയാണ്. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം ആ ഒരു ഗിവ് അവേ നീണ്ടു പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് മുന്നേ തന്നെ കാര്യങ്ങളങ്ങ് തീർക്കാം. ഒരു വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. യൂട്യൂബ് വീഡിയോയുടെ അടിയിലും ഇൻസ്റ്റഗ്രാമിലെ വീഡിയോയുടെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേരെടുത്തിട്ട് ഒരു ലക്കി ഡ്രോ വെബ്സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴെയായിട്ട് ഓരോ പേര് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരാളെ ആ ഒരു വെബ്സൈറ്റ് തന്നെ താനെ സെലക്ട് ചെയ്തോളും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. ആരാ വിജയിക്കാമെന്ന് എനിക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഗൂഗിളിൽ ലക്കി ഡ്രോ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു വെബ്സൈറ്റ് വരും. ഞാൻ നേരത്തെ ഫോണിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഒരു 2-3 പേരൊക്കെ വെച്ചിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിൽ നെയിം ലിസ്റ്റ് ഉണ്ടാവും. അവിടെ ഞാൻ എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നോട്ട് പാഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ പേസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു വിന്നറെ ഇവിടെ താഴെ സേവ് കൊടുത്തതിന് ശേഷം ഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വിന്നറെ സെലക്ട് ആകുമ്പോൾ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാം. സോ ഓക്കെ, അപ്പോൾ ശ്രീലക്ഷ്മി എന്ന ആളാണ് ഈ ഒരു ഗിവ് അവേയിൽ വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ കൺക്ലൂഡ് ആയിരിക്കുകയാണ്. ഈ ഒരു അൽതിർഗം ലിമിറ്റഡ് എഡിഷൻ എന്ന പെർഫ്യൂം ലഭിച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മി എന്ന പുള്ളിക്കാരിക്കാണ്. അവർ ഇൻസ്റ്റഗ്രാമിലാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവരുടെ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിനു ശേഷം ഇത് അങ്ങോട്ട് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കിട്ടാത്തതുകൊണ്ട് വിഷമിക്കേണ്ട. നമുക്ക് വരുന്ന മാസങ്ങളിലൊക്കെ ആയിട്ട് ഓരോ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസിൻ്റെയും കുഞ്ഞു ഡീക്കൻസൊക്കെ ഗിവ് അവേ ആയിട്ട് കൊടുക്കാവുന്നതുള്ളൂ. അടുത്തായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലൂയി വിത്തോൻ്റെ ഇമാജിനേഷൻ എന്ന പെർഫ്യൂമാണ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.